കേരളത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവമാണെന്നും എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അതേസമയം ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം സത്യവിരുദ്ധമെന്ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ഭരണസമിതി വ്യക്തമാക്കി. ഡി.കെ. ശിവകുമാറിന്റെ ആരോപണത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം തള്ളി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ഭരണസമിതിയും രംഗത്തെത്തി. ക്ഷേത്രത്തിൽ ശത്രുസംഹാര പൂജ നടത്താറില്ല. ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഡി.കെ. ശിവകുമാർ പറഞ്ഞ തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടില്ലെന്നും ടി.കെ. ദേവസ്വം ട്രസ്റ്റി അംഗം ടി മാധവൻ പറഞ്ഞു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിൻ്റെ ഈ പ്രസ്താവന ശരിക്ക് 100% സത്യവിരുദ്ധമാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ശത്രുസംഹാര പൂജ അവിടെ ഇല്ല. ആ പരിസരത്ത് എവിടെയും അദ്ദേഹം ആരോപിക്കുന്ന പോലെ ഇങ്ങനെ ആടിനെയും പോത്തിനെയൊക്കെ അറുത്തു എന്ന് പറയുന്നതും ശരിക്കും വാസ്തവവിരുദ്ധ. അവിടെ എവിടെയും അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ പരിസന്ദേശം അന്വേഷിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിയാതിരിക്കില്ല. ആരും ഈ ബാഹ്യലോകം അറിയാത്ത ഒരു പരിപാടി നടത്താൻ തളിപ്പറമ്പൊന്നും ഇങ്ങനെ കഴിയില്ല, ഒരു യാഗം നടത്താനൊന്നും കഴിയില്ല. അപ്പോൾ തീർത്തും നിരാശാജനകമായ ഒരു പ്രസ്താവനയായിപ്പോയി. ക്ഷേത്രത്തിനെ അതിലേക്ക് വലിച്ചിഴച്ചത്, ക്ഷേത്ര സമീപം എന്ന് പറഞ്ഞ് വലിച്ചിഴച്ചത് മോശമായിപ്പോയി. ഡി.കെ. ശിവകുമാറിന്റെ ആരോപണത്തിന് പിന്നാലെ കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണൂരിലെത്തി വിവരങ്ങൾ തേടി. ഡി.കെ. ശിവകുമാർ ആരോപിച്ചതുപോലെ മൃഗബലി നടന്നിട്ടില്ലെന്നാണ് ഇവർക്ക് ലഭിച്ച പ്രാഥമിക വിവരം. കൈരളി ന്യൂസ്.